നമസ്കാരം, ടി ന്യൂസിലേക്ക് സ്വാഗതം. കുപ്രസിദ്ധ ഗുണ്ടയെ കൊന്ന പന്നിമാംസം എന്ന് പറഞ്ഞ് റോഡരികിൽ തള്ളി. ഇടുക്കി മൂലമറ്റത്താണ് സംഭവം നടക്കുന്നത്. നിരവധി കേസിലെ പ്രതിയായ ഗുണ്ടയെയാണ് കൊന്ന വഴിയരികിൽ തള്ളിയത്. ഞായറാഴ്ച രാവിലെയാണ് ഇയാളുടെ ശരീരം കുറ്റിക്കാട്ടിൽ കാണപ്പെടുന്നത്. മൃതദേഹത്തിന് 2 ദിവസത്തിലേറെ പഴക്കമുണ്ട്. മുഖവും ശരീരവുമെല്ലാം പുഴുവരച്ച നിലയിലായിരുന്നു. ഇയാളുടെ ഇടത് കൈയും അറ്റ നിലയിലാണ്. കൂടാതെ തലയിലും ആഴത്തിലുള്ള മുറിവുകളുണ്ട്. സാജൻ സാമുവലിനെ കാണാനില്ലെന്ന് പറഞ്ഞ് ഇയാളുടെ അമ്മ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ മൃതശരീരം കണ്ടെത്തുന്നത്. ജനുവരി 30 രാത്രിയാണ് എരുമാപ്രയിൽ നിന്ന് കേടായ പന്നിമാംസം എന്ന് പറഞ്ഞ് തുണിയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം തേക്കിൻകൂപ്പിലെ ട്രാൻസ്ഫോമറിന് സമീപം ഇറക്കുന്നത്. ഇതിൽ സംശയം തോന്നിയ ഓട്ടോ ഡ്രൈവർ ഈ വിവരം തന്റെ അച്ഛനെ അറിയിച്ചു. ഇയാളുടെ അച്ഛനാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത്. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തുകയും തിരച്ചിൽ നടത്തുകയും ചെയ്തു. ഇവിടെ കുഴിച്ചിടാൻ കുഴി കുഴിച്ചതായും കണ്ടെത്തിയിരുന്നു. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്ത് പരിശോധന നടത്തി. ബന്ധുക്കളെത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത്. കൊലപാതകത്തിന്റെ പിന്നിൽ 7 അംഗ സംഘമെന്ന് പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 2018 മരിയാബാറിലെ ചാക്കോയെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് സാജൻ സാമുവൽ. കൂടാതെ മുട്ടമ്പാറിലും ഇയാൾ കത്തിക്കുത്ത് നടത്തിയിട്ടുണ്ട്. ഈ കേസിലും വിചാരണ നടന്നു വരികയാണ്. ബാറിന് സമീപം ഇയാൾ ഗതാഗത തടസ്സം ഉണ്ടാക്കുകയും കാർ മാറ്റിയിടാൻ പറഞ്ഞ നാട്ടുകാർക്ക് നേരെ കാർ ഓടിച്ചു കയറ്റാനും ശ്രമിച്ചിരുന്നു. കൂടാതെ അവർക്ക് നേരെ തോക്കെടുത്ത് നിറയൊഴിക്കുകയും ചെയ്തിരുന്നു. ആരും പരാതി നൽകാത്തതിനാൽ അയാൾക്കെതിരെ അന്ന് കേസെടുത്തിരുന്നില്ല. 2022 ഇയാളെ കാപ്പ കേസ് ചുമത്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ പല സ്റ്റേഷനുകളിലായി ഇയാൾക്ക് ഒട്ടേറെ ക്രിമിനൽ കേസുകളും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്.